വാഹന നിയമങ്ങൾ കാറ്റിൽ പറത്തി മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിന്റെയും MLA-യുടെയും കാർ യാത്ര. കായിക മന്ത്രി OJ ജനീഷിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗം ജെയ്സൺ ജെയിംസും കരുനാഗപ്പള്ളി MLA CR മഹേഷുമാണ് നിയമങ്ങൾ ലംഘിച്ച് കാർ യാത്ര നടത്തിയത്. കാർ ഓടിക്കുന്ന മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടേയില്ല. വാഹനം ഓടിച്ചുകൊണ്ട് മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങൾ പകർത്തിയാണ് കാർ യാത്ര. കൂടെ ഉണ്ടായിരുന്ന MLA CR മഹേഷും സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടില്ല. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് മനോജ് ചേരുന്നു. മനോജ്, ഇത്തരത്തിലുള്ള നേതാക്കളും ജനപ്രതിനിധികളും ഒക്കെ കടുത്ത നിയമലംഘനങ്ങൾ നടത്തുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഹെൽമറ്റ് വെക്കാതെ നിലവിലുള്ള ആഭ്യന്തരമന്ത്രിയെ കാണാൻ വന്നത്. അതിന്മേൽ കൃത്യമായ തെളിവുണ്ട്, ദൃശ്യങ്ങളുണ്ട്. ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഇപ്പോൾ ഇതാ നിലവിലുള്ള മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് സീറ്റ് ബെൽറ്റ് ധരിക്കാതെ കാർ ഓടിക്കുന്നു. ആ കാറിൽ സീറ്റ് ബെൽറ്റ് ധരിക്കാതെ തന്നെ കരുനാഗപ്പള്ളി MLA CR മഹേഷും യാത്ര ചെയ്തതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വരികയാണ്. എന്താണ് കൂടുതൽ വിവരങ്ങൾ മനോജ്? വിനോദ്, ഏതൊരാളും വാഹനം ഓടിക്കുമ്പോൾ മുൻ സീറ്റിലിരിക്കുന്ന രണ്ടുപേരും നിർബന്ധമായും സീറ്റ് ബെൽറ്റ് ധരിച്ചിരിക്കണമെന്നുള്ളതാണ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ നിയമം. അത് ലംഘിക്കുന്നവർക്കെതിരെ കർശനമായിട്ടുള്ള പിഴ ഈടാക്കുന്നതാണ്. എന്തായാലും നമുക്ക് ദൃശ്യങ്ങൾ കാണാനാവുന്നത് മന്ത്രി OJ ജനീഷിൻ്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിട്ടുള്ള ജെയ്സൺ ജെയിംസും അതോടൊപ്പം തന്നെ കരുനാഗപ്പള്ളി MLA ആയിട്ടുള്ള CR മഹേഷും ഒരു യാത്ര പോവുകയാണ്. പുറകിൽ ചാണ്ടി ഉമ്മൻ അടക്കമുള്ള നേതാക്കളുണ്ട്. എന്തായാലും യാത്ര പോകുമ്പോൾ വലിയ സന്തോഷത്തോടു കൂടി ഈ മോട്ടോർ വാഹന വകുപ്പിൻ്റെ നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തിയാണ് പോകുന്നത്. കാരണം സീറ്റ് ബെൽറ്റ് രണ്ടുപേരും ധരിച്ചിട്ടില്ല. അതേസമയം തന്നെ ഈ വാഹനം ഓടിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഫോൺ ഉപയോഗിച്ച് വീഡിയോ ദൃശ്യങ്ങൾ പകർത്തുകയാണ്. അതിന് ചിരിച്ചു കൊടുക്കുകയാണ് MLA CR മഹേഷ്. അതോടൊപ്പം തന്നെ പുറകിലുള്ളവരുമുണ്ട്. എല്ലാവർക്കും ഇത് വ്യക്തമായി തന്നെ കാണാവുന്നതാണ്. വാഹനം ഓടിക്കുമ്പോഴാണ് ഒരാൾ മൊബൈലെടുത്ത് ഉള്ളിലെ വീഡിയോസൊക്കെ പകർത്തുന്നത്. എന്തായാലും ഇത് മോട്ടോർ വാഹന വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം നടപടിയെടുക്കേണ്ട ഒരു സംഭവമാണ്. കാരണം സാധാരണ ജനങ്ങൾ ഹെൽമറ്റ് അതായത് പുറകിലിരിക്കുന്നയാൾ ഹെൽമറ്റ് വെക്കാതെയോ അല്ലെങ്കിൽ മറ്റോ ഒക്കെ പോകുമ്പോൾ ഓടിച്ചിട്ട് പിടിക്കുന്ന മോട്ടോർ വാഹന വകുപ്പ് ഈ കാര്യത്തിൽ ഇതുവരെ നടപടി എടുത്തിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇത് മാത്രമല്ല, ഈ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് ഈ വീഡിയോ ദൃശ്യം റീലാക്കി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചിട്ടുമുണ്ട്. എന്തായാലും വ്യക്തമാണ്, നിയമലംഘനം നടന്നിട്ടുണ്ട്. മോട്ടോർ വാഹന വകുപ്പിൻ്റെ ശക്തമായിട്ടുള്ള നടപടിയാണ് ഇതിലാവശ്യം. ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എന്തുമാവാം എന്നുള്ള ഒരു രീതിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കാരണം ഒരു യാത്ര പോകുമ്പോൾ പാലിക്കേണ്ട മാന്യമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് മോട്ടോർ വാഹന വകുപ്പ് ഒരു പൗരൻ്റെ സുരക്ഷിതത്തിന് വേണ്ടിയിട്ട് മുന്നോട്ട് വച്ചിരിക്കുന്ന കാര്യങ്ങൾ അതുപോലും പാലിക്കാതെയാണ് ഈ പോകുന്നത്. എന്തായാലും ഈ വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ തന്നെ പ്രചരിച്ചു കഴിഞ്ഞു. മോട്ടോർ വാഹന വകുപ്പ് ഇതിൽ കർശന നടപടിയെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. യെസ്, ജനപ്രതിനിധികൾക്കും മുൻ മന്ത്രിമാർക്കും ഒക്കെ ഈ നാട്ടിൽ എന്തുമാകാം. അവർക്ക് ഹെൽമറ്റ് വേണ്ട, സീറ്റ് ബെൽറ്റ് വേണ്ട. പാവം പിടിച്ച ഒരാൾ സ്വന്തം നാട്ടിലെ ചായക്കടയിലേക്ക് പോകുമ്പോൾ ഹെൽമറ്റ് ധരിച്ചില്ല എങ്കിൽ അവനെ കയ്യോടെ പിടികൂടും. ഇതാണ് നാട്ടിലെ നിയമം.